തൃശ്ശൂരിലെ പുത്തൻപള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ബൈബിൾ ടവറാണിത്. 26 നിലകളിലായിട്ട് ഏകദേശം 260 അടി ഉയരമുള്ള ഈ ബൈബിൾ ടവറാണ് ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത്. 20 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ്. പ്രവേശന കവാടത്തിൻ്റെ കതകിൽ എഴുതി വച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ലിഫ്റ്റ് നമ്മളെ കൊണ്ടുപോകാനായിട്ടുണ്ട്. 20 നില വരെ ലിഫ്റ്റ് പ്രവർത്തിക്കുന്നതാണ്. പക്ഷേ ഞാൻ ലിഫ്റ്റിൽ പോയില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്ന് കാണാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇതിൻ്റെ ചുവരുകളിലൊക്കെ ഒരുപാട് ചിത്രങ്ങൾ വരച്ചു വച്ചിട്ടുണ്ട്. കണ്ടില്ലേ, തോമാസ് ലീഹായുടെ, പിന്നെ അദ്ദേഹം സ്ഥാപിച്ച പള്ളികൾ, 7 പള്ളികൾ, അത് ഏത് ജില്ലയിലൊക്കെയാണെന്ന് കാണിക്കുന്ന ചിത്രങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് കയറി പോവാനായിട്ട് നല്ല രസമാണ്. വിവിധ മാതൃകയിലുള്ള ചിത്രപ്പണികളാണ് ഇതിൻ്റെ ചുമരുകളിൽ ഒരുക്കിയിട്ടുള്ളത്. യേശുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെയും അതുപോലെ മറ്റ് വിശുദ്ധരുടെയും പ്രത്യേക രീതിയിലുള്ള ചിത്രങ്ങൾ ഇവിടെ കൊത്തി വച്ചിട്ടുണ്ട്. അതുകൂടാതെ സാധാരണ രീതിയിൽ വരയ്ക്കുന്ന ചിത്രങ്ങളും അതിനൊപ്പം ഗ്ലാസ് പെയിൻറ്റിങ്സ്, അങ്ങനെ നിരവധിയായിട്ടുള്ള ചിത്ര രീതികൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൂടാതെ കൊത്തുപണികൾ, വുഡിലുള്ള കൊത്തുപണികളുണ്ട്. ഈ ചിത്രം കണ്ടില്ലേ, ഇത് പ്രത്യേക രീതിയിലുള്ള ഒരു വരയാണ്. ഈ രീതിയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഒരു വെറൈറ്റി ഉള്ള ഒരു ചിത്രരചനയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ പള്ളികളുടെ ചരിത്രവും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വ്യക്തികളെക്കുറിച്ചുമൊക്കെ ഇവിടെ വളരെ ഭംഗിയായിട്ട് വിവരിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ ഇതുപോലെയുള്ളൊരു ചിത്രം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിത്രമാണ് ഈ കാണുന്നത്. ഇത് കണ്ടില്ലേ, നമ്മുടെ നിത്യസഹായ മാതാവിൻ്റെ ചിത്രമൊക്കെ വരച്ചു വച്ചിരിക്കുന്ന ഒരു മാതൃക. ഇത് മറ്റൊരു രീതിയാണ്. ഇത് വേറെ ഗ്ലാസ് പെയിൻറ്റിങ്, വേറൊരു പ്രത്യേക രീതിയിലുള്ളതാണ്. കണ്ടില്ലേ, ഇത് എംബോസ് ചെയ്തിരിക്കുന്ന ഒരു പെയിൻറ്റിങ്സ് ആണത്. ഇത് നമ്മളുടെ വീടുകളുടെ വാതിലിലൊക്കെ കൊത്തിവെക്കുന്ന രീതിയിലുള്ള കൊത്തുപണിയാണ് കേട്ടോ. വുഡിലാണ് ഇത് വർക്ക് ചെയ്തിരിക്കുന്നത്. നോക്കൂ, ഇത് നമ്മുടെ 20ാമത്തെ നിലയിലെ ഇവിടെ പല രീതിയിലുള്ള ബൈബിളിൻ്റെ കളക്ഷനുണ്ട്. പല ഭാഷകളിലുള്ള ബൈബിള്, ലോകത്തിലെ വിവിധ ഭാഷകളിലുള്ള ബൈബിളിൻ്റെ ഒരു ശേഖരം തന്നെ അവിടെയുണ്ട്. ഇത് ചുരുളായിട്ട് എഴുതി വച്ചിരിക്കുന്നത്, വചനച്ചുരുൾ എന്ന് പറഞ്ഞിട്ട് ചുരുൾ രീതിയിൽ എഴുതി വച്ചിരിക്കുന്ന ബൈബിള്. ഇത് കാഹളം മുഴക്കാൻ ഉപയോഗിച്ചിരുന്ന കൊമ്പാണ്. ഇവിടെ നിന്ന് നടന്നിട്ടേ ഒരു 4 നിലയും കൂടിയും കയറി കഴിഞ്ഞാൽ 24ാമത്തെ നില വരെയാണ് നമുക്ക് എത്താൻ കഴിയുക. അവിടെ എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകളുള്ളത്, പുറം കാഴ്ചകൾ. ഇത് പുത്തൻപള്ളിയാണ് കേട്ടോ. പുത്തൻപള്ളിയുടെ മുകൾ ഭാഗമാണ്. ഒരു ആകാശക്കാഴ്ച എന്നൊക്കെ പറയില്ലേ, ആ കാണുന്ന ബിൽഡിങ്ങാണ് നമ്മളുടെ കോർപ്പറേഷൻ ബിൽഡിങ്. അവിടെ നാഷണൽ ഫ്ലാഗൊക്കെ ഇങ്ങനെ പറക്കുന്നത് കാണാം. എനിക്ക് ഇവിടെ നോക്കിയപ്പോൾ തോന്നിയത്, നമ്മൾ ഈ സാറ്റലൈറ്റ് മാപ്പൊക്കെ നോക്കില്ലേ ഗൂഗിളിൽ, അപ്പോൾ നമ്മളിങ്ങനെ സൂം ചെയ്ത് നോക്കുന്ന പോലെയുള്ള ഒരു പ്രതീതിയാണ് ഇതിൻ്റെ മേലെ കയറിയപ്പോൾ എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ ഫ്ലൈറ്റൊക്കെ ലാൻഡ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ താഴേക്ക് നോക്കില്ലേ, അതുപോലെയുള്ള ഒരു കാഴ്ചയാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക. വളരെ മനോഹരമായ കാഴ്ച. അത് നമ്മുടെ ലൂർദ് പള്ളിയാണ് കേട്ടോ കാണുന്നത്, ആ സൈഡിൽ കാണുന്നത്, ആ പൊന്തി നിൽക്കുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് 2 നില കൂടിയുണ്ട്. പക്ഷെ അത് പബ്ലിക്കിന് ക്ലോസ്ഡ് ആണ്, അവിടേക്ക് പ്രവേശനമില്ല. ഒരു വട്ടം കൂടി ഞാൻ തൃശ്ശൂരിനെ ഇതിൻ്റെ മുകളിൽ നിന്നും ഒന്ന് കണ്ട് ഞാൻ പതുക്കെ പടികൾ ഇറങ്ങാനായിട്ട് തുടങ്ങി. ഇവിടെ മാർബിൾ ഇട്ട സ്റ്റെപ്പ് ആയതുകൊണ്ട് ഇവിടേക്ക് ചെരുപ്പുകൾ അനുവദിക്കില്ല കേട്ടോ. നമ്മൾ നഗ്നപാതരായിട്ട് വേണം അതിൻ്റെ മുകളിലിട്ട്
കയറാനായിട്ട്. ഒരു വട്ടം കൂടി ഞാൻ പുത്തമ്പള്ളിയെ ഒന്ന് നോക്കിക്കണ്ടു. അതിനുശേഷം ഞാൻ താഴെയുള്ള ഗാർഡനിലേക്കൊന്ന് ഇറങ്ങി. ഒരു വിദേശ മാതൃകയിലെ ഒരു സി ആകൃതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒരു ഗാർഡനാണ് ഇവിടെ ഉള്ളത്. വളരെ മനോഹരമായിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ ചുമരിൽ നല്ല രീതിയിലുള്ള ഡിസൈനൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. വളരെ രസമാണ് കാണാനായിട്ട്. പക്ഷേ ഇപ്പോൾ അത് പബ്ലിക്കിന് അങ്ങനെ തുറന്ന് കൊടുക്കുന്നില്ല. കാര്യം ഇവിടെ കൂടുതലും വരുന്നത് സ്റ്റുഡൻസാണ് അത്രേ. സ്റ്റുഡൻസൊക്കെ വന്നിരുന്നിട്ടേ എഴുന്നേറ്റ് പോകാനായിട്ടേ അവർക്ക് ഭയങ്കര മടിയാത്രേ. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കൂടി അത് കാണാനുള്ള അവസരം നഷ്ടപ്പെടുകയാണ്. എങ്കിലും നമ്മൾ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തുറന്നു തരും. നമുക്ക് കണ്ടേച്ചും വരാം, കുഴപ്പമൊന്നുമില്ല. നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു ഗാർഡനാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ഒന്ന് കാണാം. അപ്പം ഇനി തൃശ്ശൂരൊക്കെ വരുമ്പോഴേ പുത്തമ്പള്ളിയിലൊക്കെ ഒന്ന് പോയി 20 രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാഴ്ചകളും കണ്ടിട്ട് തിരിച്ചു വരാം. ഏകദേശം ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ ചിലവഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു സ്ഥലമാണ്. തൃശ്ശൂരിൻ്റെ മേൽക്കാഴ്ച, ആകാശക്കാഴ്ച നിങ്ങൾക്ക് കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങളുടെ ജോബ്സ് വ്ളോഗ്.